ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സോഷ്യൽ സയൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോഷ്യൽ സയൻസിലെ ഫോർത്ത് ചാപ്റ്ററായ ഇന്ത്യ ടുവേർഡ്സ് എ ന്യൂ ഇറ, ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്ന പാഠഭാഗത്ത് നിന്ന് USS എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഓക്കെ, ഫസ്റ്റ്, വാട്ട് ആർ ദി സോഷ്യൽ ഇവിൾസ് പ്രിവൈൽഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹിക അനാചാരങ്ങൾ ഏതെല്ലാം? ആൻസർ: ചൈൽഡ് മാരേജ്, ശൈശവ വിവാഹം; പ്രൊഹിബിഷൻ ഓൺ വിഡോ റീമാരേജ്, വിധവ വിവാഹ നിഷേധം; ഹ്യൂമൻ സാക്രിഫൈസ്, നരബലി; ഫീമെയിൽ ഇൻഫൻറ്റിസൈഡ്, പെൺ ശിശുഹത്യ; സ്ലേവറി, അടിമത്വം; ആൻഡ് സതി. ഇവയെല്ലാമായിരുന്നു ഇന്ത്യയിൽ നിലനിന്നിരുന്ന പ്രധാന സാമൂഹിക അനാചാരങ്ങൾ. സെക്കൻഡ്, ഹു അബോളിഷ്ഡ് സതി ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ സതി നിരോധിച്ചത് ആരായിരുന്നു? ആൻസർ: വില്യം ബെൻഡിക്. ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന വില്യം ബെൻഡിക് ആയിരുന്നു ഇന്ത്യയിൽ സതി നിരോധിച്ചത്. നെക്സ്റ്റ്, ഹു ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ: രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആയിരുന്നു ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്. ഓക്കെ, നെക്സ്റ്റ് ടാസ്ക്, വിച്ച് ഈസ് ദ ഓർഗനൈസേഷൻസ് ഫൗണ്ടഡ് ബൈ രാജാറാം മോഹൻ റോയ്? രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടന ഏത്? ആൻസർ: ബ്രഹ്മസമാജം. ബ്രഹ്മസമാജം എന്ന സംഘടനയായിരുന്നു രാജാറാം മോഹൻ റോയ് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി സ്ഥാപിച്ചത്. ഓക്കെ, നെക്സ്റ്റ്, ദി സ്ലോഗൻ ഓഫ് ഗോ ബാക്ക് ടു വേദാസ് വാസ് റൈസ്ഡ് ബൈ ഡാഷ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ആര്? ആൻസർ: സ്വാമി ദയാനന്ദ സരസ്വതി. ഓക്കെ, നെക്സ്റ്റ്, who is the social reformer fight against caste system and ideal worship? ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകൻ ആര്? ആൻസർ: സ്വാമി ദയാനന്ദ സരസ്വതി. നെക്സ്റ്റ് ടാസ്ക്, വിച്ച് ഈസ് ദ ഓർഗനൈസേഷൻ ഫോംഡ് ബൈ സ്വാമി ദയാനന്ദ സരസ്വതി? സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച സംഘടന ഏതായിരുന്നു? ആൻസർ: ആര്യസമാജം. ആര്യസമാജം എന്ന സംഘടനയായിരുന്നു സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ചത്. ഓക്കെ, നെക്സ്റ്റ്, ഹു ആർഗ്യൂഡ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡഡ് ടു ദി ചിൽഡ്രൻ അപ് ടു ദി ഏജ് ഓഫ് 12 years? 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചത് ആരായിരുന്നു? ആൻസർ: ജ്യോതിറാവ് ഫുലെ. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ ഓർഗനൈസേഷൻ ഫോംഡ് ബൈ ജ്യോതിറാവ് ഫുലെ? ജ്യോതിറാവ് ഫുലെ സ്ഥാപിച്ച സംഘടന ഏതായിരുന്നു? ആൻസർ: സത്യശോധക് സമാജ്. സത്യശോധക് സമാജ് എന്ന് പറയുന്ന സംഘടനയായിരുന്നു അദ്ദേഹം സ്ഥാപിച്ചിരുന്നത്. നെക്സ്റ്റ് ടാസ്ക്, ഹു ഈസ് ദ ലീഡർ വർക്ക്ഡ് ഫോർ ദി അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് എംപവർമെൻറ്റ് ഓഫ് വിഡോസ്? വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി പ്രവർത്തിച്ച നവോത്ഥാന നായികയാര്? ആൻസർ: പണ്ഡിത രമാഭായ്. നെക്സ്റ്റ്, which is the organization formed by Pandit Ramabai for the social injustice and inequalities faced by women? സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹ്യ അനീതിക്കും അസമത്വത്തിനുമെതിരെ പണ്ഡിത രമാബായ് സ്ഥാപിച്ച സംഘടന ഏതായിരുന്നു? ആൻസർ: ആര്യ മഹിളാ സഭ. ഓക്കെ, who propagated modern education among Muslims? മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയത് ആരായിരുന്നു?
ആൻസർ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആയിരുന്നു മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയത്. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ മൂവ്മെൻറ്റ് ഫോമഡ് ബൈ സർ സയ്യിദ് അഹമ്മദ് ഖാൻ? സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച പ്രസ്ഥാനം ഏതായിരുന്നു? ആൻസർ മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് ആയിരുന്നു പിന്നീട് പ്രസിദ്ധമായ അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയത്. ഓക്കെ. നെക്സ്റ്റ്, ഹു എംബസൈസ് യൂണിവേഴ്സൽ ബ്രദർഹുഡ്? വിശ്വസാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? ആൻസർ സ്വാമി വിവേകാനന്ദൻ. നെക്സ്റ്റ്, ഹു വാസ് ദി ഡിസൈപ്പിൾ ഓഫ് സ്വാമി വിവേകാനന്ദ? സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ആരായിരുന്നു? ആൻസർ ശ്രീരാമകൃഷ്ണ പരമഹംസൻ. നെക്സ്റ്റ് ടാസ്ക്, വിച്ച് ഈസ് ദ ഓർഗനൈസേഷൻ ഫോമഡ് ബൈ വിവേകാനന്ദൻ ടു പ്രൊപ്പഗേറ്റ് ദ ഐഡിയോളജി ഓഫ് ഹിസ് മാസ്റ്റർ? തൻ്റെ ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി വിവേകാനന്ദൻ ആരംഭിച്ച സംഘടന ഏത്? ആൻസർ രാമകൃഷ്ണ മിഷൻ. നെക്സ്റ്റ്, ഡാഷ് ഈസ് ദ സെൻസ് ഓഫ് വൺനെസ് ബിയോണ്ട് റിലീജിയസ്, ലിംഗ്വിസ്റ്റിക് ആൻഡ് റീജിയണൽ ഡൈവേഴ്സിറ്റീസ്? മതപരവും ഭാഷാപരവും പ്രാദേശികവുമായ വൈവിധ്യങ്ങൾക്കപ്പുറം എല്ലാ ഇന്ത്യക്കാരും ഒന്നാണെന്ന ബോധമാണ് ഡാഷ്. ആൻസർ ഇന്ത്യൻ നാഷണാലിസം അഥവാ ഇന്ത്യൻ ദേശീയത. നെക്സ്റ്റ് ടാസ്ക്, ഹു വേർ ദി ലിറ്റററി ഫിഗേഴ്സ് ഹു ഹെൽപ്ഡ് ദി ഗ്രോത്ത് ഓഫ് നാഷണാലിസം? ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച പ്രധാന സാഹിത്യകാരന്മാർ ആരെല്ലാം? ആൻസർ ഫസ്റ്റ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. സെക്കൻഡ് രവീന്ദ്രനാഥ ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ലക്ഷ്മിനാഥ് ബസ്ബർവ ആൻഡ് അൽതാഫ് ഹുസൈൻ. ഇവരെല്ലാമായിരുന്നു ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച പ്രധാന സാഹിത്യകാരന്മാർ. നെക്സ്റ്റ്, വിച്ച് ഓർഗനൈസേഷൻ ലീഡ് ടു ദി ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഏത്? ആൻസർ INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. നെക്സ്റ്റ്, ദി ഇയർ ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫോംഡ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉദയം എന്നായിരുന്നു? ആൻസർ 1885 ഡിസംബർ 28. 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്. നെക്സ്റ്റ് ടാസ്ക്, INC's ഫസ്റ്റ് കോൺഫറൻസ് ഈസ് ഹെൽഡ് ഫ്രം വേർ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം? ആൻസർ ബോംബെ. ബോംബെയിൽ വെച്ചായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത്. നെക്സ്റ്റ്, ഹു ഈസ് ദ ചെയർമാൻ ഓഫ് ദി ഫസ്റ്റ് സെഷൻ ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ WC ബാനർജി. WC ബാനർജി ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. നെക്സ്റ്റ്, categorize the prize based on the style and strategies of agitation of the national movement. സമര രീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ എത്ര ഘട്ടങ്ങളായി വിഭജിക്കാം? ആൻസർ 3. 3 ഘട്ടങ്ങളായി വിഭജിക്കാം. ഫസ്റ്റ്, ദ പീരീഡ് ഓഫ് മോഡറേറ്റ് നാഷണാലിസം, മിതവാദ ദേശീയതയുടെ കാലഘട്ടം. സെക്കൻഡ്, ദ പീരീഡ് ഓഫ് എക്സ്ട്രീം നാഷണാലിസം, തീവ്ര ദേശീയതയുടെ കാലഘട്ടം. തേർഡ്, ഗാന്ധിയൻ ഇറ, ഗാന്ധിയൻ കാലഘട്ടം എന്നിങ്ങനെ 3 ഘട്ടങ്ങളായി വിഭജിക്കാം. ഓക്കെ.
Next, which is the major contribution of ദാദാഭായ് നവറോജി? ദാദാഭായ് നവറോജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന ഏതായിരുന്നു? ആൻസർ ഡ്രെയിൻ തിയറി, ചോർച്ചാ സിദ്ധാന്തം. ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചതായിരുന്നു ദാദാഭായ് നവറോജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന. നെക്സ്റ്റ്, ഫൗണ്ടർ ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആര്? ആൻസർ എ ഒ ഹ്യൂം. ഇംഗ്ലീഷുകാരനായ അലൻ ഒക്ടോവിയൻ ഹ്യൂം ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. നെക്സ്റ്റ്, ഹു were the major leaders of moderate nationalism? മിതവാദ ദേശീയ കാലഘട്ടത്തിലെ പ്രമുഖരായ നേതാക്കന്മാർ ആരെല്ലാം? ആൻസർ ഫസ്റ്റ് ദാദാഭായ് നവറോജി, സെക്കൻഡ് ഗോപാലകൃഷ്ണ ഗോഖലെ, തേർഡ് ബദ്രുദ്ദീൻ ത്വയ്ബ്ജി, ഫോർത്ത് ഫിറോസ് ഷാ മേത്ത. ഇവരായിരുന്നു മിതവാദ ദേശീയ കാലഘട്ടത്തിലെ പ്രമുഖരായ നേതാക്കൾ. നെക്സ്റ്റ്, ഹു were the major leaders of extremist national movement? തീവ്ര ദേശീയത പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാക്കൾ ആരെല്ലാം? ആൻസർ ബാലഗംഗാധര തിലക്, സെക്കൻഡ് ബിപിൻ ചന്ദ്രപാൽ ആൻഡ് ലാല ലജ്പത് റായ്. ഇവരായിരുന്നു തീവ്ര ദേശീയ കാലഘട്ടത്തിലെ പ്രധാന നേതാക്കൾ. നെക്സ്റ്റ്, ഹു ഈസ് നോൺ ആസ് ലോക്മാന്യ? ലോകമാന്യ എന്ന് വിളിച്ചിരുന്നത് ആരെയായിരുന്നു? ആൻസർ ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകിനെയായിരുന്നു ജനങ്ങൾ ആദരവോടെ ലോകമാന്യ എന്ന് വിളിച്ചിരുന്നത്. നെക്സ്റ്റ്, നെയിം ഓഫ് ദ ന്യൂസ് പേപ്പേഴ്സ് സ്റ്റാർട്ടഡ് ബൈ ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലക് ആരംഭിച്ച പത്രങ്ങൾ ഏതെല്ലാം? ആൻസർ മറാത്ത ആൻഡ് കേസരി. മറാത്ത, കേസരി എന്ന് പറയുന്ന രണ്ട് പത്രങ്ങളായിരുന്നു അദ്ദേഹം ആരംഭിച്ചത്. നെക്സ്റ്റ്, വെൻ വാസ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഫോംഡ്? ഫ്രം വേർ? സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ഏത് വർഷം, എവിടെ വെച്ച്? ആൻസർ 1906 ഇൻ ഢാക്ക. 1906 ഢാക്കയിൽ വെച്ചായിരുന്നു സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത്. നെക്സ്റ്റ്, നമ്പർ ഓഫ് ദി ഡെലിഗേറ്റ്സ് ഹു അറ്റൻഡഡ് ദി ഫസ്റ്റ് സെഷൻ ഓഫ് കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ എത്ര പേർ പങ്കെടുത്തു? ആൻസർ 72. 72 പേരായിരുന്നു പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്തത്. നെക്സ്റ്റ് ടാസ്ക്, ഹു ഈസ് ദ ഓൺലി മലയാളി ഡെലിഗേറ്റ്സ് ഓഫ് ദി ഫസ്റ്റ് INC കോൺഫറൻസ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി? ആൻസർ ബാരിസ്റ്റർ GP പിള്ള. നെക്സ്റ്റ് ടാസ്ക്, സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ്. ഹൂസ് വേർഡ്സ് ആർ ദീസ്? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും. ആരുടെ പ്രശസ്തമായ വാക്കുകളാണവ? ആൻസർ ബാലഗംഗാധര തിലക്. നെക്സ്റ്റ് ടാസ്ക്, ഹു ഫോംഡ് ദി മദ്രാസ് ബേസ്ഡ് ഹോം റൂൾ മൂവ്മെൻറ്റ് ആൻഡ് ഇൻ വിച്ച് ഇയർ? മദ്രാസ് കേന്ദ്രീകരിച്ച് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആര്, ഏത് വർഷം? ആൻസർ ആനി ബസന്റ്. 1916. 1916 ആനി ബസന്റ് ആയിരുന്നു മദ്രാസ് കേന്ദ്രീകരിച്ച് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്. ഫ്രം വിച്ച് കൺട്രി നാഷണൽ മൂവ്മെൻറ്റ് ദ ടേം ഹോം റൂൾ വാസ് ബോറോഡ്? ഹോം റൂൾ എന്ന പദം ഏത് രാജ്യത്തെ ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് കടമെടുത്തതാകുന്നു? ആൻസർ അയർലൻഡ്. അയർലൻഡിലെ ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് കടമെടുത്തതാണ്. നെക്സ്റ്റ് ടാസ്ക്, ഹു ഫോംഡ് ദി പൂനെ ബേസ്ഡ് ഹോം റൂൾ മൂവ്മെൻറ്റ്? പൂനെ കേന്ദ്രീകരിച്ച് ഹോം റൂൾ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതാര്? ആൻസർ ബാലഗംഗാധര തിലക്. നെക്സ്റ്റ്, ബേസ്ഡ് ഓൺ വിച്ച് പാക്ട് എക്സ്ട്രീമിസ്റ്റ് ആൻഡ് മോഡറേറ്റ് ജോയിൻഡ് ടുഗദർ ഇൻ വിച്ച് ഇയർ?
മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചത് ഏത് ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ? ഏത് വർഷം? ആൻസർ 1916 ലക്നൗ പാക്ട്. 1916 ലക്നൗ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലായിരുന്നു മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചത്. നെക്സ്റ്റ്, ഓഥർ ഓഫ് ദി ഫേമസ് ബുക്ക് ദി ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് ആര്? ആൻസർ ജവഹർലാൽ നെഹ്റു. നെക്സ്റ്റ്, ദി ഫസ്റ്റ് ഇന്ത്യൻ ഹു എലക്റ്റഡ് ടു ദി ബ്രിട്ടീഷ് പാർലമെൻറ്റ്, ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആര്? ആൻസർ ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി ആയിരുന്നു ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ. നെക്സ്റ്റ് ടാസ്ക്, ഹു ഫോംഡ് ദി പൂനെ ബേസ്ഡ് ഹോം റൂൾ മൂവ്മെൻറ്റ്, പൂനെ കേന്ദ്രീകരിച്ച് ഹോം റൂൾ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര്? ആൻസർ ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകനായിരുന്നു പൂനെ കേന്ദ്രീകരിച്ച് ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. നെക്സ്റ്റ്, ഹു വെർ ദി നാഷണൽ ലീഡേഴ്സ് ഹു വെർ നോൺ ആസ് ലാൽ ബാൽ പാൽ ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് എക്സ്ട്രീം നാഷണാലിസം, തീവ്ര ദേശീയത കാലഘട്ടത്തിൽ ലാൽ ബാൽ പാൽ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ദേശീയ നേതാക്കന്മാർ ആരെല്ലാം? ആൻസർ ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ ആൻഡ് ലാല ലജ്പത് റായ്. ഇവരായിരുന്നു ലാൽ ബാൽ പാൽ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ദേശീയ നേതാക്കന്മാർ. നെക്സ്റ്റ്, ഹു വാസ് ദി ബ്രിട്ടീഷ് വൈസ്രോയി ഹു ഡിവൈഡഡ് ബംഗാൾ ഇൻ വിച്ച് ഇയർ, ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? ഏതു വർഷം? ആൻസർ കഴ്സൺ പ്രഭു, 1905. 1905 ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു ആയിരുന്നു ബംഗാൾ വിഭജനം നടത്തിയത്. നെക്സ്റ്റ്, ഇൻ വിച്ച് ഇയർ ദി ഓൾ ഇന്ത്യ സെഷൻ ഓഫ് സൂററ്റ് ഹാപ്പൺ, ഏത് വർഷമാണ് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം സൂറത്തിൽ വെച്ച് നടന്നത്? ആൻസർ 1907. 1907 സൂറത്തിൽ വെച്ച് 1907 നടന്ന കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സമ്മേളനത്തിലാണ് കോൺഗ്രസ് പാർട്ടി രണ്ടായി പിളർന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈസ് ഡിറ്റർമൈൻഡ് ടു ഡിവൈഡ് അസ്, യെറ്റ് ദേ ഡു നോട്ട് ഹാവ് ടു സെപ്പറേറ്റ് അവർ ഹേർഡ്സ്, ഹൂസ് സെൻറ്റൻസ് വാസ് അട്ടേർഡ് അഗേൻസ്റ്റ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ബ്രിട്ടീഷ് ഗവൺമെൻറ് നമ്മെ വിഭജിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു, എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്താൻ അവർക്കാവില്ല. ബംഗാൾ വിഭജനത്തിനെതിരെ മുഴങ്ങിയ ഈ വാക്യം ആര് പറഞ്ഞതായിരുന്നു? ആൻസർ രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞ വാക്കുകളാണിവ. ഓക്കെ, താങ്ക് യു.